Hey, all my beautiful souls, welcome back to my channel. What you need to hear right now. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? സോ ഈ സമയം നിങ്ങൾക്ക് സൈക്കിക്കലി കിട്ടുന്ന ഒരു മെസ്സേജ്, നിങ്ങൾ വളരെയധികം കാത്തിരുന്ന ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ഓർ ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് ആരാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, ആരുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, യെസ്, അത് നിങ്ങളുടെ ലൈഫിൽ അറൈവ് ചെയ്യാൻ പോവാണ്. ചില ആളുകൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവുന്നത് ഒഫീഷ്യലി ഉള്ള കാര്യത്തിലായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ എന്തെങ്കിലും മേജർ ഇന്റർവ്യൂ ആയിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളതോ ഇന്റർവ്യൂ നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം. ഡീപ്പ് കോൺവെർസേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ചില കാര്യത്തിൽ സംഭവിക്കുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് സർപ്രൈസ് ആയിട്ടുള്ള ചില കോൺവെർസേഷൻ, വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ, ഒരുപാട് നാൾ കാത്തിരുന്ന ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ കാം ആക്കാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരിക്കാം, ഒരു കാത്തിരിപ്പായിരിക്കാം, ഓർ നിങ്ങൾക്ക് അത്ര ഒരു വേണ്ട ഒരു കാര്യമായിരിക്കാം ഒരു ഡീപ്പ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങളുടെ മനസ്സിൽ തുറന്ന് സംസാരിക്കാം, മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് അത്ര ഒരു ആവശ്യമുള്ള ഒരു കാര്യമായിരിക്കാം. സോ ലെറ്റ് സീ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ചില സിറ്റുവേഷൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യാണ്, ചില റിലേഷൻഷിപ്പ് വീണ്ടും റീകണക്ട് ചെയ്യാണ്, ചില കാര്യങ്ങൾ വീണ്ടും ഗ്രോ ചെയ്യാണ്. ഓൾറൈറ്റ്, വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പച്ചപ്പ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. വീണ്ടും സന്തോഷം ഉണ്ടാവുകയാണ് നിങ്ങളുടെ ലൈഫിൽ, വീണ്ടും ഹോപ്പ് ഉണ്ടാവുകയാണ്, വീണ്ടും നിങ്ങൾക്ക് ലൈഫിനോട് താല്പര്യം തോന്നാണ്, ലൈഫിനോട് ഒരു ഇഷ്ടം തോന്നാണ്, വീണ്ടും ജീവിക്കാൻ നിങ്ങൾക്ക് തോന്നാണ്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഒരു സീസണിലേക്കാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ സന്തോഷം, ജെന്യൂൻ ആയിട്ടുള്ള ചില സന്തോഷങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരാണ്. അത് മുന്നേ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ വീണ്ടും നിങ്ങൾ റീകണക്ട് ചെയ്യുന്നതായിരിക്കാം. വളരെ ഡീപ്പ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കഴിഞ്ഞ് ഡീപ്പായിട്ടൊരു ഒരു കോൺവെർസേഷനിലേക്കൊക്കെ നിങ്ങൾ വന്ന് മനസ്സ് തുറന്ന് വീണ്ടും സംസാരിച്ച് വീണ്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ സംസാരിക്കാത്ത വ്യക്തിയായിരിക്കാം, കുറെ കാലങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയുമായിട്ടായിരിക്കാം. അവർ ഈ റീഡിംഗ് കേൾക്കുന്ന സമയത്ത് ആരാണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്, ആ സ്പെസിഫിക് പേഴ്സൺ ആയിട്ട് വീണ്ടും നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനിലേക്കാണ് എൻഗേജ്ഡ് ആവുന്നത് എന്നുള്ളത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. ഓക്കെ, സോ ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സ്പൗസുമായിട്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ മാരി ചെയ്യാൻ പോകുന്ന പാർട്ട്ണറെ നിങ്ങൾ കണ്ടുമുട്ടുന്നതോ അവരുമായിട്ട് ഡീപ്പായിട്ടുള്ള കോൺവെർസേഷനിലേക്ക് വരുന്നതും ആയിരിക്കാം. സോ നിങ്ങളുടെ ഒരു ലൈഫ് ലോങ് ജേർണിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരാൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓർ നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ത്രൂ എ വെരി ഡീപ്പ് കോൺവെർസേഷൻ. ഓക്കെ, വളരെ ഡീപ്പായിട്ടുള്ള ഒരു കോൺവെർസേഷനിലൂടെ ചില ആളുകൾക്ക് ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് സംസാരിക്കാൻ പോവാണ്. ഓർ റിലേഷൻഷിപ്പിൽ വീണ്ടും വളരെ പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോവാണ്. Let's see what you need to hear right now. What you need to hear right now. വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനെ പറ്റി, ചില സിറ്റുവേഷനെ പറ്റി, ചില കാര്യങ്ങൾ അവേക്കൻ ആവുന്നുണ്ട്, ചില ഫീലിങ്സ് അവേക്കൻ ആവുന്നുണ്ട്, വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ അവേക്കൻ ആവുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ സോളുമായിട്ട് വളരെ അടുത്ത ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താനും അവരുമായിട്ടുള്ള ഒരു ഡീപ്പ് കോൺവെർസേഷനും ഓർ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെ. സോ അവരുമായിട്ടുള്ള ഒരു ഡീപ്പ് കോൺവെർസേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ ചില കോൺവെർസേഷൻ നിങ്ങൾ സൈക്കിക്കലി മാത്രമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെ. സോ ചില ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആളുകൾ, വർഷങ്ങളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു
ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ഇല്ലാത്ത ആളുകളുമായി വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്ക് വരുന്നുണ്ട്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണിത്. ഓക്കെ, സോ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ, മെച്യൂർഡ് ആയിട്ടുള്ള കോൺവെർസേഷൻ, വളരെ ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ റിയലൈസ് ചെയ്യുന്നുണ്ട്, മെച്യൂർഡ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും ഒരു ഇന്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു സമയം കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഡെഫിനറ്റ്ലി റിട്ടേൺ ചെയ്യുന്നുണ്ട് ഫോർ എ ഡീപ് കോൺവെർസേഷൻ. ഓക്കെ, ഫിസിക്കലി നിങ്ങളുടെ ലൈഫിൽ പ്രസന്റ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്, ആഫ്റ്റർ എ ലോങ് ടൈം. ഓൾറൈറ്റ്, സോ ചില ആളുകൾ അവരുടെ ഒരു ഈഗോ ഒക്കെ വിട്ടിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കണക്ട് ചെയ്യാൻ വരുന്നത്. അവർ ചില ഈഗോസ് മെൽറ്റ് ആവുന്നുണ്ട് ഫോർ എ ഡീപ് കോൺവെർസേഷൻ. നിങ്ങളുടേതോ ആ വ്യക്തിയുടേതോ ആയിരിക്കാം. ഓക്കെ, സോ ഇത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ്. ചില ആളുകൾ നിങ്ങളുടെ ഫിയർ ബിഹൈൻഡ് വെച്ച് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ, പേടി വിട്ട് കളഞ്ഞ് നിങ്ങൾ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ചില ആളുകൾക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വലിയ പരീക്ഷ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ ആങ്സൈറ്റി, ഫിയർ, നിങ്ങളുടെ ചില ഇമോഷണൽ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ പിറകെ വെച്ച് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഒരു കറേജ് ആണ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് നിങ്ങളെ ചില പ്ലേസിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ഒരു എക്സാമിന് പോവാണ്, പക്ഷെ അവിടെ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ആൻഡ് ഈവൻ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ അത്ര ഒരു നോളേജ് കുറവാണെന്നുണ്ടെങ്കിലും, അത്ര നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് വിത്ത് യുവർ കോൺഫിഡൻസ്, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച്, നിങ്ങളൊരു മനോബലം വെച്ച്. ഓക്കെ, സോ അതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്യുന്നതാണ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ വെരി ഡീപ് ഫീലിംഗ്സ് ദാറ്റ് യു ഗോണ കണക്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ ആഫ്റ്റർ ലോങ് ടൈം നിങ്ങൾ ചില ആളുകളുമായിട്ട് റീകണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, അല്ലെ? സോ ചിലത് നമുക്ക് ഇങ്ങനെ തടയാൻ പറ്റില്ല, റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കണക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, സോ നിങ്ങളുടെ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിന് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്, ഇത് വായിക്കുന്ന സമയത്ത് ആരാണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്നത് ആ ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓൾറൈറ്റ്, കുറെ കാലമായിട്ട് നിങ്ങൾ ടെലിപ്പതിക്കലി കണക്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, ടെലിപ്പതിക്കായിട്ടായിരിക്കും നിങ്ങൾ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ എത്ര കാലമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അത് നിങ്ങൾ ഫിസിക്കാലിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഫിസിക്കലി പ്രസന്റ് ആവാൻ പോവാണ് നിങ്ങളും. ഓക്കെ, സോ ചില ഫീലിങ്സിന് തടയാൻ സാധിക്കുന്നില്ല. ഓക്കെ, ചില ഡിസയറിന് തടയാൻ സാധിക്കുന്നില്ല. ഇറ്റ്സ് മെന്റ് ടു ഹാപ്പൻ. ചില റീകണക്ഷൻ, ചില റിട്ടേൺ, or ചില റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് മെന്റ് ടു ഹാപ്പൻ. Alright, very deep connection, feelings, emotion. What you need to hear right now, conversation, and again it's a confirmation. Okay, ഈ ഒറ്റ കാർഡാണ് നിങ്ങൾ കൺഫേം ചെയ്യുന്നത് ഇതിന് എല്ലാത്തിനേക്കാൾ കൂടുതൽ, ബിക്കോസ് ഈ ഒരു കാർഡ് ഡീപ്പ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നത്. ഡിവൈൻ ടൈമിംഗ്, ഡിവൈൻ പ്ലാൻ, ഡിവൈൻ്റെ കണക്കുകൂട്ടലുകൾ. ഓൾറൈറ്റ്, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസ് വീണ്ടും കണക്ട് ചെയ്യാൻ പോവാണ്. അവരുടെ ലെസന് ശേഷം, ലൈഫിലെ ലെസന് ശേഷം, അല്ലെങ്കിൽ ഒരു ഡിവൈൻ സെപ്പറേഷന് ശേഷം വീണ്ടും നിങ്ങൾ റീകണക്ട് ചെയ്യാൻ പോവാണ്. എക്സാക്ട്ലി ഒരു ഡിവൈൻ സെപ്പറേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ബട്ട് ഈ ഒരു ടൈം, ഡിവൈൻ ടൈം അഗെയിൻ ടു റീകണക്ട്, റിട്ടേൺ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഡീപ് കോൺവെർസേഷൻ. സോ ഇത് എത്രമാത്രം ആളുകൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഓക്കെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, യു ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ്. ഓൾറൈറ്റ്, നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല.
ബിക്കോസ് നിങ്ങൾ ടെലിപ്പത്തിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു, ഓക്കെ ഇങ്ങനെ ഒരു കാര്യം ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യുന്നതല്ല. ഇത് നാച്ചുറലി നിങ്ങളുടെ ഉള്ളിൽ കണക്ട് ചെയ്യുന്നതാണ്, നിങ്ങളുടെ സോള് ഡിസയർ ചെയ്യുന്നതാണ്, സോള് കണക്ട് ചെയ്യുന്നതാണ്, ടെലിപ്പത്തിക്കലി കണക്ട് ചെയ്യാണ് വിതൗട്ട് എനി ഇന്റൻഷൻ. നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ടെലിപ്പത്തിക്കലി നിങ്ങൾ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. Alright, let's take one more message. സോ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, സ്റ്റോപ്പ് മാനിഫെസ്റ്റിംഗ് എനിത്തിങ്. ഓക്കെ, സോ അത് നാച്ചുറലി സംഭവിക്കണം നിങ്ങൾക്ക്. ഓക്കെ, സോ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക അല്ലെ, ഇന്റൻഷനലി ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് അട്രാക്ട് ചെയ്യരുത്, എസ്പെഷ്യലി ഇൻ റിലേഷൻഷിപ്പ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് എവറിതിങ്. മാനിഫെസ്റ്റേഷൻ ഇന്റൻഷനലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി, കണക്ഷനെ പറ്റി, ഈ ഒരു പേഴ്സണെ പറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യാം. ആൻഡ് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, നിങ്ങളുടെ സോളിനെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, സോ ത്രൂ മെഡിറ്റേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. അത് പ്രോബബ്ലി നിങ്ങളുടെ സോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, സോൾ ചിന്തിക്കുന്നതായിരിക്കാം, അതിന്റെ ഡിസയർ ആയിരിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ പോലും പറഞ്ഞു കൊടുക്കാതെ ചില ടെലിപ്പത്തിക് കോൺവെർസേഷൻ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ. സോ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ചില ആളുകളുമായിട്ട് നിങ്ങളുടെ സോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന്റെ ഫീലിംഗ്സ് അത് എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് വിതൗട്ട് എനി ഇന്റൻഷൻ. നിങ്ങൾ ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആ ഒരു ഫീലിംഗ്സ് അല്ല പറയുന്നത്. ഓക്കെ, ഒന്നും ചെയ്യാണ്ട് ഒരാളെ പറ്റിയിട്ട് മാത്രം ആലോചിക്കുകയല്ല. നോ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ റിയൽ ടെലിപ്പത്തിക് കോൺവെർസേഷൻ. നിങ്ങളുടെ സോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ആ പേഴ്സൺ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ചില കോൺവെർസേഷൻ, ഓക്കെ റിലേഷൻഷിപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ആളുകൾക്ക് അത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ മേ ബി ലൈക്ക് അത് നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ജോബ്, ഓക്കെ അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ടായിരിക്കണം. സോ പ്രോബബ്ലി ചില ആളുകൾ നിങ്ങൾ അതിലേക്കായിരിക്കാം കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു റീഡിംഗ്. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ഓക്കെ, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഓക്കെ, ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. ഫ്രീഡം ആണ്. ഫിസിക്കലി വീണ്ടും കണക്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഡിവൈൻ ടൈം. ഓക്കെ, സോ നിങ്ങൾക്ക് എവിടേക്കോ നിങ്ങളിങ്ങനെ ബന്ധിക്കപ്പെട്ടിട്ടുള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരിക്കണം, അല്ലെ ഫ്രീഡം ഉണ്ടാവില്ല അല്ലെങ്കിൽ പോവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷെ ഫിസിക്കലി നിങ്ങൾക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, സോ ചില ആഗ്രഹങ്ങളിലേക്ക് ചില ആളുകളുമായിട്ട്. സോ നൗ യു ഹാവ് ഓൾ ദ ഫ്രീഡം. ഓക്കെ, അത് നിങ്ങൾ ഇന്റൻഷനലി നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിവേ അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ്. ഇറ്റ്സ് എ കൺഫർമേഷൻ. ഓക്കെ, സോ കോൺവെർസേഷൻ, ഫിസിക്കലി മൂവ്മെന്റ്സ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സ്പെഷ്യലി റിലേഷൻഷിപ്പ്, ചില കണക്ഷൻ ഇത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു പുതിയൊരു പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ന്യൂ പേഴ്സൺ, ന്യൂ കണക്ഷൻ ഇൻ യുവർ ലൈഫ്. ഓക്കെ, സോ അഗൈൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങൾ വീണ്ടും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കല്ല, നിങ്ങൾ വളരെ മെച്ചൂർഡ് ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങളുടെ സോൾ വളരെ മെച്ചൂർഡ് ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ മേക്ക് ഷുവർ നിങ്ങളും വീണ്ടും ചില കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, വീണ്ടും ഒരു പഴയൊരു ഡ്രാമയിലേക്ക് പോവാതിരിക്കുക. റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നൊരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ.